ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്ത് കോടതി. കൊല്ലം വിജിലൻസ് കോടതിയാണ് പ്രതികളെ റിമാൻഡിൽ വിട്ടത്. ഇരുവരെയും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അതേസമയം പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി PS ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, ഈ കോടതി അനുവദിച്ച അന്വേഷണ സമയപരിധി ഇന്ന് അവസാനിക്കും. അപ്പോഴാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, വളരെ വേഗത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ന് വൈകിട്ട് 5 മണിവരെ കസ്റ്റഡിയിലുള്ള പത്മകുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുവഴി കടകംപള്ളിക്ക് അരികെ എത്തി നിൽക്കുന്നു. മറുവശത്ത് മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ജയിലിൽ തുടരും എന്ന വാർത്ത വരുന്നു. എന്താണ് ഏറ്റവും പുതുതായി സ്വർണ്ണക്കവർച്ചയുടെ അന്വേഷണത്തിൽ സംഭവിക്കുന്നത്? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ മുരാരി ബാബുവിൻ്റെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയത്. ഇവർ രണ്ടുപേരെയും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അതേസമയം ഇവിടെ SIT ഇഞ്ചക്കലിലെ ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SIT സംഘം പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വൈകുന്നേരം 5 മണി വരെയാണ് കോടതി SIT സംഘത്തിന് അനുവദിച്ചിട്ടുള്ള സമയം. ഈ സമയത്തിനിടയ്ക്ക് വെച്ച് തന്നെ പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ശേഷം കോടതിയിൽ ഹാജരാക്കേണ്ടതുമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേര് വിവരങ്ങൾ, ഇവരെല്ലാവരും ഈ ഒരു സ്വർണ്ണ കവർച്ചയിൽ, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഇവരുടെ എല്ലാം പങ്ക് വളരെ വലുതാണെന്നുള്ള പത്മകുമാറിന്റെ ഏറ്റവും വലിയൊരു മൊഴി പുറത്തു വരുന്നത്. കടകംപള്ളി സുരേന്ദ്രനും ഈ ഒരു ഇതിൽ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പത്മകുമാർ പറയുകയുണ്ടായി, താൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് എല്ലാ അധികൃതരെയും അറിയിച്ചുകൊണ്ടാണ്, താൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും അപ്പോഴുള്ള ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടാണ് ചെയ്തിരുന്നതെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ആ മൊഴിയിൽ നിന്നും ഉണ്ടായിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി ആ ഒരു അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് SIT സംഘത്തിന്റെ നീക്കം. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ഉടൻ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. പത്മകുമാറിന്റെ കാലാവധി തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് ഇനി 10 നാളപ്പുറം ശബ്ദപ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു നീക്കത്തിനുള്ള സാധ്യത എത്രയുണ്ട് എന്നൊരു സംശയമില്ലേ? കടകംപള്ളിയിലേക്ക് എത്തിച്ചേരുക എന്നത് അത്ര എളുപ്പമാകുമോ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ആ ഒരു സംശയമുണ്ട്. എങ്കിൽ കൂടി നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു CPM-ലെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു CPM-ലെ ഒരു മുതിർന്ന ഒരു നേതാവായിരുന്നു ഈ ഒരു പത്മകുമാർ എന്ന് പറയുന്ന. അദ്ദേഹത്തിന് ഒരു സ്ഥാനം CPM ഇടതുപക്ഷം നൽകിയിട്ടുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഇതുവരെ മാറ്റിയതായോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തള്ളിയിട്ടുള്ളതുമായോ യാതൊരുവിധ നിലപാടും അധികാരികളുടെ ഭാഗത്ത് നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിനുവേണ്ടി പ്രത്യേക സെക്രട്ടേറിയറ്റ് യോഗം, CPM സെക്രട്ടേറിയറ്റ് ഒക്കെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ നടത്തിയതാണ്. പക്ഷെ അതിൽ യാതൊരു തീരുമാനവും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പത്മകുമാറിനെ ആ പാർട്ടി ഇതുവരെയും പിന്തഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഈ ഒരു ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് പാർട്ടിയെ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള ഉത്തമ ബോധം ഈ CPM പാർട്ടിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മൊഴി പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാകും ഈ ഒരു ഇലക്ഷനെ ഇത് ബാധിക്കുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഇപ്പോൾ ഉന്നയിച്ചു വരുന്നത്. എന്തായാലും കടകംപള്ളിയെ ചോദ്യം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇപ്പോൾ ഇവിടെ സംഘം, SIT സംഘമൊക്കെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പത്മകുമാറിനെ ഇവിടെ നിന്ന് SIT സംഘം കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യതകൾ. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഒരു അവസാന മണിക്കൂറിൽ പത്മകുമാർ കൂടുതൽ എന്തെങ്കിലും മൊഴികൾ പുറത്തു വരുന്നുണ്ടോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് എല്ലാവരും തന്നെ. അങ്ങനെയാണെങ്കിൽ SIT സംഘം അത്ര പെട്ടെന്ന് പുറം ലോകത്തെ അറിയിക്കാനുള്ള സാധ്യത എത്ര എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു സംശയം. മറുവശത്ത് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ജയിലിൽ തുടരും. റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുമുണ്ട്.